എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് എക്കണോമിക്സിൽ നിന്ന് സ്ഥിരം ചോദിച്ചു വന്നിട്ടുള്ള 5 പ്രധാനപ്പെട്ട PYQ ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ ഈ ഒരു വീഡിയോയിൽ സിവിക്സിലെ 5 പ്രധാനപ്പെട്ട PYQ റിപ്പീറ്റിംഗ് ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സിവിക്സിന്റെ ടോപ്പിക്സിനകത്ത് കുറച്ചധികം ആക്റ്റുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ആക്റ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് RTA ആക്ട് ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഡിഗ്രി ലെവൽ പ്രിലിംസിനും ചോദിച്ചിട്ടുള്ള ഒരു മേഖലയാണ് ഈ RTA ആക്ട് എന്ന് പറയുന്ന ടോപ്പിക്ക്. പല രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. RTA ആക്ടിൻ്റെ പ്രൊവിഷൻസ് പഠിക്കണം, അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള, അതായത് RTA ആക്ട് ഇനാക്ട് ചെയ്ത സമയത്തുള്ള ആ ഡേറ്റുകൾ, അങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ ഫാക്ട്സുകൾ പഠിക്കണം. റീസെൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ്, അങ്ങനെ RTA ആക്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ ഇൻഫർമേഷൻ കമ്മീഷനൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട ആക്ട് എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. ഇതും റെഗുലറായിട്ട് ചോദിച്ചു വരുന്ന ഒരു ടോപ്പിക്കാണ്. അതിൻ്റെ ഭാഗമായിട്ട് അതിലെ കുറേ കീ ഡെഫിനിഷൻസ് ഉണ്ട്. കൺസ്യൂമർ റിഡ്രസൽ കമ്മീഷൻസ്, അങ്ങനെയുള്ള പ്രൊവിഷൻസ് എല്ലാം പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. അടുത്ത ആക്ട് എന്ന് പറയുന്നത് MGNREGA ആക്ട് ആണ്. അത് ഈ പറയുന്ന സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതും റെഗുലറായിട്ട് ചോദിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതിൻ്റെയും സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ട്. കറണ്ട് അഫയേഴ്സ് ഡെവലപ്മെൻറ്റ്സും ഉണ്ട്. ഇപ്പം ഈ ഒരു ആക്ട് റീനെയിം ചെയ്യുകയുണ്ടായി. ആ ഒരു ഡെവലപ്മെൻറ്റ്സ് അങ്ങനെ സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ഒരു ആക്ടാണ് MGNREGA ആക്ട്. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് എലക്ഷൻസ്, പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇപ്പം എലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ എലക്ഷൻസും പൊളിറ്റിക്കൽ പാർട്ടീസും. എലക്ഷൻസിനകത്ത് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കീ ടേംസിൽ ഇപ്പം മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ VVPAT അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. പൊളിറ്റിക്കൽ പാർട്ടീസിലേക്ക് കടക്കുമ്പോഴേക്കിന് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ റെക്കഗ്നേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ക്രൈറ്റീരിയ, അതുപോലെ തന്നെ നാഷണൽ പാർട്ടി അല്ലെങ്കിൽ സ്റ്റേറ്റ് പാർട്ടി സ്റ്റാറ്റസ് കിട്ടുമ്പോൾ ഉള്ള ബെനിഫിറ്റ്സ്, പിന്നെ ആൻറ്റി ഡിഫെക്ഷൻ ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഓർത്തിരിക്കണം. കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ അടുത്ത റിക്രൂട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് UPSC, സ്റ്റേറ്റ് PSC, ഓൾ ഇന്ത്യ സർവീസ്. അത് സ്ഥിരം ചോദിച്ചു വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇൻഡെപ്തിൽ പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ റിവൈസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. സോ നാലാമത്തെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടി നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ള PYQ ബേസ്ഡ് റിവിഷൻ ടെസ്റ്റ് സീരീസിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 5 മോക്ക് ടെസ്റ്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 2021 മുതൽ ചോദിച്ചിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രീവിയസ് ഇയർ പേപ്പേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമുക്കറിയാം PYQ ക്വസ്റ്റ്യൻസിനപ്പുറം PYQ ടോപ്പിക്സുകൾ സ്ഥിരം റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ സൊല്യൂഷൻ PDF-ന്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ റിവിഷൻ പോയിന്റ്സും ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു ടെസ്റ്റ് സീരീസ് ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടെലിഗ്രാം കോൺടാക്ട് നമ്പർ വഴി ടെലിഗ്രാമിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അടുത്ത കുറച്ചും ജനറിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കൊടുത്തിട്ടുള്ളത്. ഗവേണൻസ് നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. ഗവേണൻസ് ആയിട്ട് ബന്ധപ്പെട്ട് സ്ഥിരം ചോദിച്ചു വരുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഗവേണൻസ് സ്കീംസ് ആൻഡ് ഇനീഷ്യേറ്റീവ്സ് ആണ്. പഴയ സ്കീമുകളും ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ സ്കീമുകളും ചോദിക്കാറുണ്ട്. ഇതിൽ ഓർത്തിരിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സ്കീംസിൽ ഓർത്തിരിക്കണം, അതായത് കേരള ഗവൺമെൻറ് സ്കീംസിൽ ഓർത്തിരിക്കണം. അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് പ്രധാനപ്പെട്ട സ്കീമുകളും ഓർത്തിരിക്കണം. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് സ്കീംസിന് ഉദാഹരണമായിട്ട് നാഷണൽ ഗവേണൻസ് പ്ലാനെ പറ്റി പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ക്രാന്തി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം. അടുത്തതായിട്ട് 5ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 2 എണ്ണം കൊടുത്തിട്ടുണ്ട് ഇവിടെ, ഹ്യൂമൻ റൈറ്റ്സും ലോക്പാലും. അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ്, അതുപോലെ തന്നെ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം അതിന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതേ രീതിയിൽ ലോക്പാലും ഇമ്പോർട്ടൻ്റ് ആണ്. ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പ്രൊവിഷൻസ്. ഏറ്റവും പ്രധാനപ്പെട്ട 5 ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഈ 5 ടോപ്പിക്കുകളാണ്. തീർച്ചയായിട്ടും ഈ ടോപ്പിക്കുകൾ നിങ്ങൾ ഇൻ ഡെപ്തിൽ റിവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. താങ്ക് യു.